ADGP MR അജിത് കുമാറിനും മുൻ SP സുജിത് ദാസിനുമെതിരായ ആരോപണങ്ങളിൽ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് PV അൻവർ MLAയുടെ മൊഴിയെടുക്കും. തൃശൂർ റേഞ്ച് DIG തോംസൺ ജോസാണ് മൊഴിയെടുക്കുക. പ്രത്യേക അന്വേഷണ സംഘത്തിന് തെളിവുകൾ കൈമാറുമെന്ന് PV അൻവർ നേരത്തെ പറഞ്ഞിരുന്നു. AK ലതീഷ് ഉണ്ട് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി. ലതീഷ്, നേരത്തെ PV അൻവർ വ്യക്തമാക്കിയ ഒരു കാര്യം, തെളിവുകളിലേക്കുള്ള സൂചനകൾ താൻ അന്വേഷണ സംഘത്തിന് നൽകും. അതിൽ അന്വേഷണം നടത്തേണ്ടത് പ്രത്യേക അന്വേഷണ സംഘമാണ്. തന്റെ പരാതിയിൽ പ്രത്യേക അന്വേഷണ സംഘം നീതിപൂർവമായ നടപടികളിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് തന്റെ പ്രതീക്ഷ എന്ന് PV അൻവർ പറഞ്ഞു വെക്കുന്നു. വിനിഷ, ഇന്നാണ് തൃശൂർ റേഞ്ച് DIG തോംസൺ ജോസ് ആരോപണം ഉന്നയിച്ച PV അൻവർ MLAയിൽ നിന്നും മൊഴിയെടുക്കുന്നത്. മലപ്പുറത്ത് വെച്ച് മൊഴിയെടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും PV അൻവർ അതേപോലെ തന്നെ തോംസൺ ജോസും അന്വേഷണ ഉദ്യോഗസ്ഥരും മലപ്പുറത്തേക്ക് നിലവിൽ എത്തിയിട്ടില്ല. എന്തായാലും മലപ്പുറത്തായിരിക്കും മൊഴിയെടുക്കൽ ഉണ്ടാവുക. 10 മണിക്ക് ശേഷമായിരിക്കും ഈ നടപടിക്രമങ്ങളിലേക്ക് കടക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും മുഖ്യമന്ത്രിക്ക് PV അൻവർ നൽകിയ പരാതിയിൽ 14 വിഷയങ്ങളാണ് ഉന്നയിക്കുന്നത്. അതിൽ പ്രധാനമായും ഉള്ളത് ADGP MR അജിത് കുമാറിനും അതേപോലെ തന്നെ മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസിനുമെതിരായുള്ള ആരോപണങ്ങളാണ്. അത്തരം ആരോപണങ്ങളിൽ അന്വേഷണം വേണമെന്നായിരുന്നു PV അൻവർ MLAയുടെ ആവശ്യം. ഇക്കാര്യം മുഖ്യമന്ത്രിയെ കണ്ട് അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്തായാലും മുഖ്യമന്ത്രി ഈ ആരോപണങ്ങൾ വന്ന ഉടൻ തന്നെ പോലീസ് അസോസിയേഷൻ സമ്മേളന സ്ഥലത്ത് വെച്ച് തന്നെ ഉയർന്ന ഉദ്യോഗസ്ഥൻ ഈ വിഷയങ്ങൾ അന്വേഷിക്കുമെന്ന് പറഞ്ഞിരുന്നു. വൈകിട്ടോടുകൂടി തന്നെ DGPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തെ 5 അംഗ അന്വേഷണ സംഘത്തെ രൂപീകരിച്ചുകൊണ്ട് ഉത്തരവിറക്കുകയും ചെയ്തു. അതിൽ അന്വേഷണ ചുമതലയുള്ള ഉദ്യോഗസ്ഥനാണ് തൃശൂർ റേഞ്ച് DIG തോംസൺ ജോസ്. അദ്ദേഹമാണ് ഇന്ന് ഈ ആരോപണം ഉന്നയിച്ച PV അൻവർ MLAയിൽ നിന്നും മൊഴിയെടുക്കുന്നത്. വിശദമായ മൊഴിയെടുപ്പ് ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. കാരണം നിരവധി ആരോപണങ്ങൾ ഇതുമായി ഈ 2 ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടുകൊണ്ട് PV അൻവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിൽ ചില തെളിവുകൾ തൻ്റെ പക്കലുണ്ട് എന്നും അദ്ദേഹം പറയുന്നു. അത്തരം കാര്യങ്ങൾ ഉൾപ്പെടെ അന്വേഷണ സംഘത്തിന് PV അൻവർ കൈമാറുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഏതായാലും വളരെ വേഗത്തിൽ തന്നെ അന്വേഷണം പ്രഖ്യാപിക്കുകയും അതിൻ്റെ അടുത്ത ഘട്ടം എന്നുള്ള നിലയിൽ പരാതി ഉന്നയിച്ച വ്യക്തിയിൽ നിന്നും തെളിവ് ശേഖരിക്കുകയും ചെയ്യുന്ന നടപടികളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടക്കുന്നു. അതിൻ്റെ ആദ്യ നടപടി എന്നുള്ള നിലയിലാണ് ഇന്നിപ്പോൾ PV അൻവർ MLAയിൽ നിന്നും പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ചുമതലയുള്ള തൃശൂർ റേഞ്ച് DIG തോംസൺ ജോസ് മൊഴി രേഖപ്പെടുത്തുക. 10 മണിക്ക് ശേഷമായിരിക്കും മൊഴി രേഖപ്പെടുത്തൽ നടക്കുക എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വിനിഷ. ശരി ലതീഷ്, മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി ലതീഷിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ട്. പരാതിക്കാരിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്ന ആരോപണത്തിൽ താനൂർ DYSP ബെന്നിയും CI വിനോദ് വിലയാട്ടൂരും മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ട്. എന്താണ് ഇവർ പരാതിയിൽ പറയുന്നത്? ഇമെയിൽ വഴിയാണ് 2 പോലീസ് ഉദ്യോഗസ്ഥരും മലപ്പുറം SPക്ക് പരാതി നൽകിയത്. ഇന്നലെയാണ് മലപ്പുറത്തെ ഒരു യുവതി ഇത്തരത്തിലൊരു പരാതി, ലൈംഗിക പീഡന പരാതി ഈ 2 ഉദ്യോഗസ്ഥർക്കുമെതിരെ ഉന്നയിച്ചത്. ഇന്നലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിരുന്നു. മുട്ടിൽ മരമുറി കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥനാണ് താനൂർ DYSP ആയ VV ബെന്നി. ഈ കേസ് അട്ടിമറിക്കുന്നതിൻ്റെ ഭാഗമായാണ്, അല്ലെങ്കിൽ ഈ കേസിൽ ഒരു ചാനലിൻ്റെ മുതലാളിമാരെ പ്രതിയേർത്തതിൻ്റെ വൈരാഗ്യം തീർക്കുകയാണ്, കെട്ടുകഥയാണ്, അതേപോലെ തന്നെ വ്യാജമായി ചമച്ചതാണ്, ഒരു തരിമ്പ് പോലും ഏതെങ്കിലും തരത്തിൽ വസ്തുതയില്ലാത്ത വ്യാജ വാർത്തകളാണ് ഇത്തരത്തിൽ വരുന്നത്. തനിക്കെതിരെ മുമ്പും ഇതേ ചാനൽ വ്യാജ വാർത്ത നൽകിയ കാര്യം ഉൾപ്പെടെ ബെന്നി പറഞ്ഞിരുന്നു. ഈ കാര്യങ്ങൾ തന്നെയാണ് ഇവർ ഈ പരാതിയിൽ SPക്ക് നൽകിയ പരാതിയിൽ പറയുന്നത്. മുട്ടിൽ മരമുറി അന്വേഷണവുമായി ബന്ധപ്പെട്ട വൈരാഗ്യമാണ് ഇത്തരത്തിലൊരു വ്യാജ വാർത്ത വരാനിടയാക്കിയത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് SHOയും അതേപോലെ തന്നെ DYSP ബെന്നിയും മലപ്പുറം SPക്ക് ഇമെയിൽ വഴി പരാതി നൽകിയത്. നിയമോപദേശത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഇത്തരം നടപടികളിലേക്ക് കടന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ തന്നെ VV ബെന്നിയും അതേപോലെ തന്നെ വിനോദ് വിളയോട്ടൂരും വ്യക്തമാക്കിയിരുന്നു, മുഖ്യമന്ത്രിക്കും അതേപോലെ തന്നെ DGPക്കും ഉൾപ്പെടെ പരാതി നൽകും എന്നറിയിച്ചിരുന്നു. എന്നാൽ ആ നടപടിക്രമത്തിൻ്റെ ഭാഗമായാണ് ആദ്യഘട്ട പരാതി എന്നുള്ള നിലയിൽ മലപ്പുറം SPക്ക് തന്നെ ഇവരുടെ 2 പേരുടെയും ജില്ലയിലെ ഉന്നത ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ മലപ്പുറം SPക്ക് ഇത്തരത്തിലൊരു പരാതി നൽകിയത്. എന്തായാലും മുട്ടിൽ മരമുറി കേസ് അന്വേഷിച്ചതിൻ്റെ വൈരാഗ്യം തീർക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിൽ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്, വ്യാജ വാർത്ത ചമയ്ക്കുന്നതെന്ന് തന്നെയാണ് ഈ പരാതിയിൽ VV ബെന്നി വ്യക്തമാക്കുന്നത്. വിനിഷ. ശരി ലതീഷ്.